കോഴിക്കോട് സാഹിത്യ നഗരം പ്രഖ്യാപനം ഞായറാഴ്ച നടക്കും. എം.ഡി. വാസുദേവൻ നായർക്കുള്ള കോഴിക്കോട് കോർപ്പറേഷന്റെ വജ്രജൂബിലി പുരസ്കാര സമർപ്പണവും സാഹിത്യ നഗര പ്രഖ്യാപനവും മന്ത്രി എം.ബി. രാജേഷ് നിർവഹിക്കും. 2023 ഒക്ടോബർ 31-നാണ് കോഴിക്കോട് നഗരത്തെ യുനെസ്കോ സാഹിത്യ നഗരമായി തെരഞ്ഞെടുത്തത്. ഈ റിപ്പോർട്ടോടെ പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. യുനെസ്കോ തെരഞ്ഞെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമാണ് കോഴിക്കോട്. രാജ്യത്തിന് അഭിമാനമായി ചരിത്ര നഗരത്തിന് സാർവദേശീയ അംഗീകാരം ലഭിച്ചതിൻ്റെ ഔപചാരിക പ്രഖ്യാപനം ജൂൺ 23 നടക്കും. വൈകിട്ട് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എം.ബി. രാജേഷ് പ്രഖ്യാപനം നടത്തും. ലോഗോ പ്രകാശനവും വെബ്സൈറ്റ് ലോഞ്ചിങ്ങും മന്ത്രി P.A. മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ആനക്കുളം സാംസ്കാരിക നിലയം സാഹിത്യ നഗര കേന്ദ്രമായി പ്രവർത്തിക്കും. ഇതിൻ്റെ പ്രഖ്യാപനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും. യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായി പ്രാദേശിക തലത്തിലും അന്തർദേശീയ തലത്തിലും വിവിധ പരിപാടികൾ 2 വർഷം വീതം നീണ്ടു നിൽക്കുന്ന 4 ഘട്ടങ്ങളായി നടപ്പാക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. നമുക്കൊത്തിരി പൈതൃകമുണ്ട്, നമുക്കൊത്തിരി സാഹിത്യ സമ്പത്തുണ്ട്. ഇത് ശരി തന്നെ. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനല്ല വാസ്തവത്തിൽ എന്തുള്ളത്, ഈ സാഹിത്യ നഗരം പദവിയുള്ളത്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പുതിയ തലമുറയ്ക്ക് എന്തെല്ലാം തൊഴിൽ സാധ്യതകളും അതിലൂടെ സർഗാത്മകതയിലൂടെ സംതൃപ്തിയുള്ള ഒരു ജനതയാവാനും അതിലൂടെ പരസ്പരം ഐക്യമുണ്ടാകാനും സമാധാനം ഉണ്ടാകാനൊക്കെ നമുക്ക് സാധിക്കുന്ന ഒന്നാണ് ഇന്ന് യുനെസ്കോയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ചിന്തയും സർഗാത്മകതയും വേണ്ട സാഹിത്യ നഗരം എന്ന പദവി. ശനിയാഴ്ച നഗരത്തിലെ സ്കൂളുകളിൽ പ്രത്യേക അസംബ്ലി ചേരും. അന്നേ ദിവസം കോഴിക്കോട്ടെ പുസ്തകശാലകളിൽ 40% വിലക്കുറവിൽ പുസ്തകങ്ങൾ ലഭ്യമാക്കുമെന്ന് മുഴുവൻ പ്രസാധകരും അറിയിച്ചു. നഗരത്തിലെത്തുന്ന മുഴുവൻ പേർക്കും വ്യാപാരികൾ മധുരം നൽകി സ്വീകരിക്കും. കോഴിക്കോടിൻ്റെ സാഹിത്യ സാംസ്കാരിക പൈതൃകം നിലനിർത്താനും പുതിയ തലമുറയ്ക്ക് അതിൻ്റെ പ്രയോജനം ലഭ്യമാക്കാനും ഉതകുന്ന ബഹുമുഖ പ്രവർത്തനങ്ങൾ സാഹിത്യ നഗരം പ്രഖ്യാപനത്തിന് ശേഷം നടപ്പാക്കാനാണ് കോർപ്പറേഷൻ്റെ തീരുമാനം. കൈരളി ന്യൂസ്, കോഴിക്കോട്.